ചേറ്റൂർ ശങ്കരൻ നായരെ മത്സരിച്ചാദരിക്കുകയാണ് കോൺഗ്രസും ബി.ജെ.പിയും. അദ്ദേഹത്തിന്റെ ഓർമ്മയുറങ്ങുന്ന സ്മൃതി മണ്ഡപമാണ് ബി.ജെ.പി കോൺഗ്രസ് മത്സരത്തിന് വേദിയായത്. 8:30 ചേറ്റൂർ ശങ്കരൻ നായരുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുമെന്ന് പ്രഖ്യാപിച്ച് ആദ്യ ചെസ്റ്റ് നമ്പർ കോൺഗ്രസ് എടുത്തെങ്കിലും ഒരു മുഴം മുൻപേ ബി.ജെ.പി നീട്ടിയെറിഞ്ഞു. വഴിയില്ലാത്ത സ്മൃതി മണ്ഡപത്തിലേക്ക് 1.5 കിലോമീറ്റർ നടന്ന് 7:30 ബി.ജെ.പി പ്രവർത്തകരെത്തി ഒന്നാമത്തെ ചെസ്റ്റ് നമ്പർ തട്ടിയെടുത്തു. കോൺഗ്രസ് പതാകകളോടൊപ്പം ബി.ജെ.പി തോരണവും. സ്മൃതി മണ്ഡപം അക്ഷരാർത്ഥത്തിൽ ഒരു പാർട്ടി ഓഫീസിന് സമം. സത്യത്തിൽ ചേറ്റൂർ ശങ്കരൻ നായരെ അനാദരിക്കുകയും അപമാനിക്കുകയുമാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുള്ളത് എന്ന് നിസ്സംശയം നമുക്ക് അറിയാൻ സാധിക്കും. ആദ്യ ചെസ്റ്റ് നമ്പർ വേദി വിട്ടതോടെ രണ്ടാം ചെസ്റ്റ് നമ്പറിൽ തൃപ്തിപ്പെടേണ്ടി വന്ന കോൺഗ്രസ് വേദിയിലെത്തി. ആദ്യം തന്നെ ചെയ്തത് ബി.ജെ.പി അർപ്പിച്ച പൂക്കളും മാലകളും എടുത്തു കളഞ്ഞ് വേദി തങ്ങളുടേതാക്കലാണ്. പിന്നീട് MP ശ്രീകണ്ഠന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ വക പുഷ്പാർച്ചന. ബി.ജെ.പിക്കാര് അവര് പുഷ്പാർച്ചന നടത്തിയതും അദ്ദേഹത്തെ അനുസ്മരിച്ചതും ഒക്കെ വളരെ നല്ല കാര്യമാണ്. രാജ്യത്തിന്റെ ദേശീയത ഉയർത്തിപ്പിടിച്ചു നിന്ന നേതാവാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ഇവർ കണക്കാക്കുന്നത് പോലെ ഒരു വർഗീയവാദിയോ ഒരു വിഘടനവാദിയോ അല്ല. അവസാന ദിവസം വരെയും അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. മലയാളിയായ ഏക കോൺഗ്രസ് ദേശീയ അധ്യക്ഷനാണ് ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹത്തെ കോൺഗ്രസ് മറന്നു എന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. എന്നാൽ ചുളുവിലൊരു സ്വാതന്ത്ര്യ സമര സേനാനിയെ തരപ്പെടുത്താനുള്ള ശ്രമമാണ് ബി.ജെ.പി നടത്തുന്നതെന്ന് കോൺഗ്രസും ആരോപിക്കുന്നു. ഒരുപക്ഷെ സ്മൃതി മണ്ഡപത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ശങ്കരൻ നായർക്ക് സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ പറഞ്ഞേനെ, എടുത്തുകൊണ്ട് പോടാ നിന്റെ മാലയും പൂക്കളുമൊക്കെ. അങ്ങനെ മത്സരിച്ചുള്ള പുഷ്പാർച്ചനയും ഹാരാർപ്പണവും ഒക്കെ കഴിഞ്ഞു. ഇനി ഈ സ്മൃതി കുടീരത്തിന് ഇവിടുത്തെ കാട് മാത്രം കൂട്ട്. കണ്ടറിയണം ഇനി എത്ര പേർ ഇവിടേക്ക് വരുമെന്ന്. മൽഗോഴ്സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.